കെ സുധാകരന് ഇനി KPCC അധ്യക്ഷ സ്ഥാനം തിരികെ കിട്ടുമോ എന്ന ആശങ്ക അദ്ദേഹത്തിന്റെ അണികളിൽ നിന്നും ശക്തമായി ഉയരുന്നുണ്ട്. ആക്ടിംഗ് പ്രസിഡന്റായി നിയമിച്ച MM ഹസ്സന് പകരം സുധാകരനെ ചുമതല ഏൽപ്പിച്ചിട്ടില്ല. ഇതോടെ UDF കൺവീനർ തുടർന്ന് അങ്ങോട്ടും KPCC അധ്യക്ഷ പദവിയിൽ തുടരുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ഇത്തരം രാഷ്ട്രീയ ചർച്ചകൾക്കിടെ കെ സുധാകരന് വഴിമുടക്കിയിട്ടില്ലെന്ന് വ്യക്തമാക്കി MM ഹസ്സൻ രംഗത്തെത്തി. വോട്ടെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിൽ പ്രസിഡന്റ് കെ സുധാകരന് വീണ്ടും ചുമതലകൾ കൈമാറാത്തത് ഹൈക്കമാൻഡ് തീരുമാനത്തെ തുടർന്നാണെന്നാണ് ഹസ്സൻ വ്യക്തമാക്കിയത്. ഇലക്ഷൻ കഴിയുന്നതുവരെ ചുമതല വഹിക്കൂവെന്ന് പറയുമ്പോൾ വോട്ടെണ്ണൽ വരെ എന്നാണെന്നും മറിച്ചാണെങ്കിൽ തനിക്ക് നിർദ്ദേശം ലഭിക്കുമായിരുന്നു എന്നുമാണ് ഹസ്സൻ പറയുന്നത്. AICCയുടെ നിർദ്ദേശം വന്നാൽ സുധാകരനു വേണ്ടി വഴിമാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. വോട്ടെണ്ണുന്ന ജൂൺ 4 വരെയാണ് ചുമതല നൽകിയിട്ടുള്ളതെന്നാണ് താൻ മനസ്സിലാക്കുന്നത്. ഇനി അതല്ല, ചുമതല ഏറ്റെടുക്കാൻ കെ സുധാകരന് എപ്പോഴാണോ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകുന്നത് അപ്പോൾ സ്വാഭാവികമായും താൻ ഒഴിവാകുമെന്നും ഹസ്സൻ പറഞ്ഞു. തിരിച്ചുവരാൻ സുധാകരൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടും മാറിക്കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു എന്ന പ്രചാരണവും സുധാകരൻ തള്ളി. മാറിക്കൊടുക്കാതിരിക്കുക എന്ന നിലപാട് ഞാൻ എടുക്കുന്ന പ്രശ്നം തന്നെ ഉദിക്കുന്നുമില്ല. ഇതെല്ലാം തെറ്റായ പ്രചാരണങ്ങളാണെന്നും ഹസ്സൻ പറഞ്ഞു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. വളരെ ഐക്യത്തോടെയുള്ള പ്രവർത്തനമാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്നും ഹസ്സൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രചാരണ സമിതി ചെയർമാൻ രമേശ് ചെന്നിത്തലയുമായി എല്ലാ കാര്യങ്ങളും പരസ്പരം ചർച്ച ചെയ്തു. KC വേണുഗോപാൽ സ്ഥാനാർത്ഥി ആയതിനാൽ ആലപ്പുഴയിൽ പോയി ചർച്ച നടത്തി. ആര് എപ്പോൾ പത്രസമ്മേളനം നടത്തണമെന്നതടക്കം കൂട്ടായി ആലോചിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അപസ്വരങ്ങൾ ഇല്ലാത്ത ശാന്തമായ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞതെന്നും ഹസ്സൻ പറഞ്ഞു. കോൺഗ്രസ് നേതൃസമ്പത്ത് കൊണ്ട് അനുഗ്രഹീതമാണ്. ആ നേതാക്കളെ വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയാൽ പാർട്ടിയെ തളയ്ക്കാൻ ആർക്കും കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം കൂടി ആശ്രയിച്ചാകും കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് തിരികെ എത്തിക്കുന്നത് എന്ന സൂചനകളുണ്ട്. സാധാരണ നിലയിൽ താൽക്കാലിക പ്രസിഡന്റിന്റെ ജോലി യഥാർത്ഥ പ്രസിഡന്റ് വരുമ്പോൾ തീരും. ഇതാണ് KPCCയിലെ മുൻ പതിവ്. ഈ ശൈലി മാറ്റുന്നത് KC വേണുഗോപാലാണെന്ന വികാരം ശക്തമാണ്. തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ ആക്ടിംഗ് പ്രസിഡന്റായി MM ഹസ്സൻ തുടരട്ടെ എന്ന അഭിപ്രായത്തിലാണ് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. ഹസ്സന് ചുമതല കൈമാറിയ ശേഷം സുധാകരൻ ആദ്യമായാണ് ഇന്നലെ ഇന്ദിരാഭവനിലെത്തിയത്. ഹസ്സനിൽ നിന്ന് ചുമതല ഏറ്റെടുക്കാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലെങ്കിലും AICCയുടെ അനുമതി ലഭിച്ചില്ല. പാർട്ടി നേതൃയോഗത്തിൽ ഇത് സംബന്ധിച്ച ചർച്ചകളോ അറിയിപ്പോ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഹസ്സൻ KPCCയുടെ കസേരയിൽ തുടരുകയാണുണ്ടായത്. കണ്ണൂർ ലോക്സഭയിൽ സുധാകരൻ മത്സരിച്ചതോടെയാണ് ചുമതല ഒഴിഞ്ഞ് താൽക്കാലികമായി KPCC അധ്യക്ഷനായി MM ഹസ്സനെ നിയോഗിച്ചത്. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ വീണ്ടും KPCC അധ്യക്ഷനാകാൻ സുധാകരൻ സന്നദ്ധനായി കഴിഞ്ഞു. എന്നാൽ ഉടൻ അധികാരമാറ്റം വേണമോ എന്നതാണ് ഹസ്സൻ ഉയർത്തുന്ന ചോദ്യം. കണ്ണൂരിൽ നിന്നും സുധാകരൻ ജയിച്ച് ലോക്സഭയിലേക്ക് പോയാൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നത് പ്രതിസന്ധിയാകുമെന്നാണ് ഹസ്സൻ പറയുന്നത്. സുധാകരന്റെ ആരോഗ്യം അടക്കം ചർച്ചയാക്കിയാണ് ഇത്. കോൺഗ്രസിൽ A ഗ്രൂപ്പിന് അർഹമായ പ്രാതിനിധ്യം ഇല്ലെന്ന ചർച്ചയും ഹസ്സൻ സജീവമാക്കുന്നുണ്ട്. A ഗ്രൂപ്പിന് കടുത്ത അവഗണന നേരിടുന്നു. എന്നാൽ മറ്റു പല ഗ്രൂപ്പുകളിലുള്ളവർക്കും ഇരട്ട പദവിയും. ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ഹസ്സന്റെ നിലപാട്. സുധാകരൻ MP ആയി ജയിച്ചാൽ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കട്ടെ, അതുവരെ താൻ കസേരയിൽ തുടരാം എന്നാണ് ഹസ്സന്റെ പക്ഷം. എന്നാൽ ഈ മാസം 4-ന് കോൺഗ്രസ് നേതൃയോഗമുണ്ട്. അന്ന് KPCC അധ്യക്ഷ പദം വീണ്ടും ഏറ്റെടുക്കാനാണ് സുധാകരന്റെ തീരുമാനം. പ്രത്യക്ഷത്തിൽ ആർക്കും ഇതിനെ എതിർക്കാൻ കഴിയില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശനും സുധാകരനും തമ്മിൽ ചെറിയ അകൽച്ചയുണ്ട്. ഇത് KPCCയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്ന ചർച്ചയും സജീവമാണ്. ഇതിനിടെയാണ് സുധാകരനെ താൽക്കാലികമായി വീണ്ടും മാറ്റി നിർത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ കരുത്തു കാട്ടിയാൽ കേരളത്തിലെ സംഘടനാ സംവിധാനത്തിലും അടിമുടി മാറ്റം വരുത്താനാണ് KC വേണുഗോപാലിന്റെ തീരുമാനം. KPCC അധ്യക്ഷനായി തുടരാൻ അനുവദിക്കുമെന്ന ഉറപ്പ് വാങ്ങിയാണ് സുധാകരൻ കണ്ണൂരിൽ മത്സരത്തിന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ജയിച്ചാലും സുധാകരനെ മാറ്റിയാൽ അത് വലിയ പൊട്ടിത്തെറിയായി മാറും.
21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്.